ഹലോ ഗൈസ്, വെൽക്കം ടു ലാവൻഡർ ലൈറ്റ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ലക്കിനെ കുളിപ്പിക്കണം. അതൊരു ടാസ്ക്കാണ്, പക്ഷേ നമ്മൾ ചെയ്യും. അപ്പോൾ നമുക്ക് സാധാരണ നമ്മളെ ഒരു വീക്ക്ലി വൺസ് അല്ലെങ്കിൽ 2 വീക്സ് ഒക്കെ കൂടുമ്പോൾ ഒരു ദിവസം കുളിപ്പിക്കാറ്. ബട്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ കുളിപ്പിച്ച് 2 ആഴ്ച കൂടെ കഴിഞ്ഞിട്ട് കുളിപ്പിക്കാമെന്ന് വിചാരിച്ച് തണുപ്പൊക്കെയല്ലേ. പക്ഷേ അവൾ ഭയങ്കര അധികം ഡേറ്റി ആയിരുന്നു. മുഴുവൻ പൊടി എല്ലായിടത്തും കൂടി ഇങ്ങനെ നടക്കുന്നുണ്ട്, മുറ്റത്ത് കൂടെ നടക്കുന്നതുകൊണ്ട് എപ്പോഴും കയ്യിലും കാലയിലും ഒക്കെ തുടയ്ക്കാനൊക്കെ നിൽക്കണം. എന്നിട്ടും അത്ര വൃത്തിയായിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നവളെ ഒന്ന് കുളിപ്പിക്കാം. അപ്പം ആദ്യം ഞാൻ എൻ്റെ ഈ മുടി ഒന്ന് ഒതുക്കി അവളത് വലിച്ച് പറിച്ച് കടിച്ച് എടുക്കും. അപ്പോൾ മുടിയൊക്കെ ഒതുക്കിയിട്ട് നമ്മളെ കുളിപ്പിക്കാം. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ടു ലാവൻഡർ ലൈറ്റ്സ്. അപ്പോൾ ഞാൻ മുടിയൊക്കെ കെട്ടി സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം സാറ് ലക്കി ഇവിടെ ഉണ്ട്. അപ്പം നമുക്കവിടെ എടുത്തിട്ട് കുളിക്കാൻ ഉണ്ടാവും. അവൾക്കുള്ള വെള്ളം ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ട് ഇവിടെ ഉണ്ടാവും. അവൾക്ക് കുളിക്കാനുള്ള വെള്ളം അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇത് നല്ലോണം ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം പച്ചവെള്ളം കൂടെ ചേർത്തിട്ടാണ് നമ്മളവളെ കുളിപ്പിക്കാം. അപ്പോൾ ഇത് റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് അവളെ റെഡിയാക്കാം. കുളിപ്പിക്കുന്നതിന് കുറച്ച് മുന്നേ ഒരു 10-15 മിനിറ്റോളം നമ്മളവളിങ്ങനെ പുറത്ത് വിടാറുണ്ട്. കാരണം എന്താ വെച്ചാൽ അവൾക്ക് ബാത്റൂമിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. യൂഷ്വലി നമ്മളവളിങ്ങനെ കെട്ടിയിട്ട് കൊണ്ടുപോകാറില്ല. ഇതിപ്പം എനിക്ക് വീഡിയോയും കൂടെ എടുക്കേണ്ടതുകൊണ്ട് ഞാൻ അവളെ ഒരു ബെൽറ്റ് ഇട്ടിരിക്കണം. ഇല്ലെങ്കിൽ സാധാരണ ബെൽറ്റ് അഴിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ അവളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ തിരിച്ചു വരുന്നതാണ്. അപ്പോൾ കുറച്ച് നേരം നമുക്ക് അവളെങ്ങനെ പുറത്ത് വിടാം. തൽക്കാലം നമുക്ക് അവൾക്ക് ബെൽറ്റ് അഴിച്ച് കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ അവളിവിടെ അങ്ങനെ സ്റ്റോപ്പായി നിൽക്കുകയുള്ളൂ. അപ്പം തൽക്കാലം ബെൽറ്റ് അഴിച്ച് ഫ്രീ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് നേരം അവൾ പുറത്ത് കൂടെയൊക്കെ കളിച്ച് കയറി വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവളെ കുളിപ്പിക്കാം. അപ്പോഴത്തേക്കും അവളുടെ വെള്ളവും നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, അത് റെഡിയാവും. ഇവിടെ പോകുന്ന എല്ലായിടത്തും തന്നെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ചിലപ്പം കുറച്ച് ഇരുണ്ടതായിരിക്കും കേട്ടോ വീഡിയോസൊക്കെ. അവിടെ വെള്ളം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിതെടുത്ത് ബക്കറ്റിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് തണുത്ത വെള്ളം കൂടെ കൂട്ടിയിട്ട് കുളിക്കാൻ പോകും. ഞാൻ അവളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് സോപ്പല്ല, ഷാമ്പൂ. ഇതൊരു 5-in-1 ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ ഫോർ ഷിറ്റ്സു ഡോഗാണ്. പക്ഷേ ഇവളും ഏകദേശം ആ ഒരു ബ്രീഡ് പോലെ വരുന്നത് കാരണം ഞാനത് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു സോപ്പ് ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട്, അത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം. പിന്നെ ഇതിലാണ് നമ്മളവളെ കുളിപ്പിക്കുന്നത്. പിന്നെ നല്ല ചൂടുവെള്ളത്തിൽ പച്ചവെള്ളം മിക്സ് ചെയ്ത് ഒരു നോർമൽ ടെമ്പറേച്ചറിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ കുളിപ്പിക്കുക. കാരണം ഇപ്പം ഭയങ്കര തണുപ്പാണ്, നമുക്ക് തന്നെ തണുപ്പ് സഹിക്കാൻ പറ്റുന്നത്. അപ്പം അവർ കുളിപ്പിച്ച് കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര തണുപ്പായിരിക്കും. അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ വെള്ളവും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബ്രഷിലേക്ക് ഷാമ്പൂവും കൂടെ ആഡ് ചെയ്ത് വെച്ചിട്ട് അവളെ കൊണ്ടുവരാം. ഇല്ലെന്നുണ്ടെങ്കിൽ സാറ് ചിലപ്പോൾ ഞാനിതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ചടിക്കും. ഓക്കെ, അപ്പോൾ എല്ലാം സെറ്റാണ്. നമുക്ക് ലക്കീനെ കൊണ്ടുവന്ന് കുളിപ്പിക്കാം. ബെൽറ്റുകൾ ഞാൻ കൈ തൊടുമ്പോൾ അവൾക്കറിയാം അവളെ കുളിപ്പിക്കാൻ കൊണ്ടുപോകാൻ. അതാണ് ബെൽറ്റ് വിടാൻ സമ്മതിക്കാത്തത്. കുളിക്കാൻ ഇത്ര മടി എന്താണെന്ന് അറിയും. നല്ല തണുപ്പല്ലേ കുഞ്ഞുമേ കുളിക്കാൻ. നമുക്ക് ഇവിടെ ഈ കുളി പ്രോസസ്സിൽ ഏറ്റവും അധികം പ്രോബ്ലം ഉള്ളത് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ ഒരു ബെൽറ്റ് മുഴുവൻ എടുക്കാനുണ്ടെങ്കിൽ പിന്നെ കുളിപ്പിച്ചിട്ട് വേണം എനിക്ക് കുളിക്കാം. യെസ്, ബെൽറ്റ് ഊരിയിട്ടുണ്ട്. യെസ്, നമ്മൾ കുളിക്കാൻ റെഡിയാണ്. എന്താണ് നിന്റെ ഉദ്ദേശം? എനർജി ആടാ, വെള്ളം സോറി അലർജി. നാട്ടുകാരെ ഓടി എന്നെ കുളിപ്പിച്ച് കിടത്താൻ പോണേ. പാവാടാ, വിട്ടേക്കടാ, കിട്ടിയടാ എന്നെ. അതിലോക്കാം കൂഷ്മാണ്ടൻ അത് ഊരിയെടുത്ത ചവിട്ടി ചുമരി
അയ്യോ ശ്വാസം മുട്ടുന്നേ ഒരച്ചു ചുരുക്കമാണോടാ ആരം വരൂടാ മുടി പോകൂടാ കശുവണ്ടിയാവൂടാ മൊട്ടയാവൂടാ ചത്തു പോവൂടാ എന്നൊക്കെയാണ് എന്റെ തലയിൽ ഒഴിക്കുന്നേ ഞാൻ മാന്തിക്കോളാടാ എന്റെ തല അണ്ണാക്കിലൊക്കെ പോയടാ അപ്പതാ തല പകുതി തേഞ്ഞു പോയടാ മതി മതി ബാക്കി നാളെ നീ കോഴിക്കട്ട ഉരുട്ടിയെടുക്കുവാണോ തലയാടാ ഇത് രണ്ടോലക്കീറും വെള്ളത്തുണി റെഡിയാക്കി വെച്ചോ ഞാനിതാ വരണേ ഹൈ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ മാറ്റി ഹെയർ ഡ്രയർ വെച്ചിട്ട് ഉണക്കുന്നത് അത് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് മാക്സിമം ഞാൻ ചാക്കിങ്ങോട്ട് കുറച്ചെടുത്തിട്ട് അവിടെ ഹെയർ ഡ്രയറിൽ ഇത് നമ്മൾ അപ്പോൾ കൊച്ചിനെ അത്യാവശ്യം തുടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഡ്രയർ യൂസ് ചെയ്തിട്ട് ഡ്രയറും ബ്രഷും യൂസ് ചെയ്തിട്ട് ചീക്ക മാറ്റി വെക്കാം കുഞ്ഞു കുളിച്ച് ഒന്നിലായി ഇവിടെ ഈ കോട്ട് വൈറ്റ് ആയതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുളിപ്പിച്ചിട്ടുണ്ട് ഭയങ്കര വൃത്തികേടാ. അവളെ നിൽക്കുന്നില്ല സോ നമുക്ക് തൽക്കാലം അവളെ സ്വയം ഉണങ്ങാൻ അനുവദിക്കാം കുഞ്ഞു എൻ്റെ ലക്കി കുഞ്ഞ് കുളിച്ച് ചുന്ദരിയായിടി അപ്പോൾ അവൾ കുളിച്ച് മുഴുവൻ ഉണങ്ങാൻ സമ്മതിച്ചില്ല ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവൾ സ്വയം അങ്ങ് ഉണങ്ങിക്കോളും ഒരു മിനിമം രീതിയിൽ നമ്മൾ കോട്ടൊന്ന് ഡ്രൈ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കി അവൾ സ്വയം ഉണങ്ങിക്കോട്ടെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ലക്കീനെ കുളിപ്പിക്കലായിരുന്നു അതൊക്കെ കഴിഞ്ഞു ഇനി അവളെ കുളിപ്പിച്ചതിൻ്റെ ബാക്കി പത്രമായിട്ട് ഞാൻ മുഴുവൻ നനഞ്ഞിട്ടുണ്ട് അപ്പം ഞാനൊന്ന് പോയി കുളിച്ച് റെഡി ആവട്ടെ അവളിവിടെ സന്തോഷമായിട്ട് ഇരിപ്പുണ്ട് ഹായ് ലക്കി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ